ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ആട്കൊള്ളൽ എന്നത് ഭക്തിമാർഗത്തിലെ, പ്രത്യേകിച്ച് ശൈവ ഭക്തിയിലെ ഒരു പ്രധാന ഘട്ടമായി തമിഴ് ഭക്തി സാഹിത്യങ്ങളിൽ പറയുന്ന ഒരു അവസ്ഥയാണ്. തമിഴ് ഭാഷയിൽ ആട്കൊള്ളൽ എന്ന് വെച്ചാൽ വശപ്പെടുത്തൽ എന്ന അർത്ഥം. ഈശ്വരൻ പൂർണ്ണമായി ഭക്തനെ സർവദാ ഭക്തിയാകുന്ന ലഹരി കൊടുത്ത് വശത്താക്കുക എന്നതാണ് ആട്കൊള്ളൽ എന്ന വാക്കിൻ്റെ പൊരുൾ. തൻ്റെ അധീനത്തിലായ ഭക്തൻ്റെ യോഗക്ഷേമം പിന്നെ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് എന്ന പരിപൂർണ ശരണാഗതി ഭാവത്തിലായിരിക്കും ആ ഭക്തൻ്റെ പിന്നീടുള്ള ഇഹജീവിതം. ശൈവനായന്മാർ 63 പേരും ശ്രീ പരമേശ്വരനാൽ ആട്കൊള്ളപ്പെട്ടവരാണ്. 4 പ്രധാന ശൈവ ഗുരുക്കന്മാരിലൊരാളായ ശ്രീ മാണിക്കവാസക സ്വാമികൾ രചിച്ച തിരുവാസകത്തിലെ 44-ാമത്തെ പദികം ആണ് എണ്ണപ്പദികം. 6 പദ്യങ്ങളാണ്, അതിമനോഹരങ്ങളുമാണ്. 10 പദ്യങ്ങളുടെ സമാഹാരത്തിനാണ് സാധാരണ തമിഴിൽ പദികം എന്ന് പറയുന്നത്. പക്ഷെ എണ്ണപ്പദികത്തിൽ ആകെ 6 പദ്യങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എണ്ണം എന്ന് വെച്ചാൽ വിചാരം, ചിന്ത എന്ന അർത്ഥം. ഇവിടെ ശ്രീ മാണിക്കവാസകർ തൻ്റെ മനോവ്യാപാരം, തൻ്റെ അഭിലാഷം ഭഗവാനെ അറിയിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമെടുക്കേണ്ടത്. ഒഴിയാ ഇൻപ ഉവഹൈ, അതായത് അവസാനമില്ലാത്ത സുഖാനുഭൂതി ആണ് ഇവിടെ ശ്രീ മാണിക്കവാസക പെരുമാൾ തൻ്റെ ആഗ്രഹമായി അറിയിക്കുന്നത്. ഒരിക്കലും ഒടുങ്ങാത്ത ശിവാനുഭൂതിയാകുന്ന ആ പരമാനന്ദാവസ്ഥ തനിക്ക് കനിഞ്ഞരുളേണമേ എന്നുള്ള അഭ്യർത്ഥനയും കൂടിയാണ് ചിദംബര ക്ഷേത്രത്തിലെ ഭഗവാൻ ശ്രീ നടരാജസ്വാമിയോട് ഹൃദയമുരുകുന്ന 6 പദ്യങ്ങളിൽ കൂടി ഈ ഭക്തകവി അറിയിക്കുന്നത്. അപ്പോൾ എണ്ണപ്പദികത്തിലെ ആദ്യത്തെ പദ്യം ഇങ്ങനെയാണ്: പാരുരുവായ പിറപ്പറ വേണ്ടും പത്തിമയും പെറ വേണ്ടും സീരുരുവായ ശിവപെരുമാനെ செங்கமல மலர்போலும் ஆருருவாய என் ஆரமுதே உன் அடியவர் தொகை நடுவே ஓருருவாய നിൻ തിരുവരുൾ കാട്ടി എന്നെയും ഉയ്യക്കൊണ്ടരുളേ. അർത്ഥം നോക്കാം. പാർ ഉരുവായ പിറപ്പറ വേണ്ടും. പാർ എന്ന് വെച്ചാൽ ഈ ഭൂലോകം. പാർ ഉരുവായ എന്ന് വെച്ചാൽ ഇഹലോക ജീവിത രൂപമായിട്ടുള്ള അഥവാ ഭൂമിയിൽ ഉദ്ഭവിക്കുന്ന ശരീരത്തോടു കൂടിയ പിറപ്പ്, എൻ്റെ ഈ ജന്മം അറ വേണ്ടും, അറ്റുപോകണം. പത്തിമയും പെറ വേണ്ടും. പത്തിമൈ എന്ന് വെച്ചാൽ എപ്പോഴും ഭക്തിയോടുകൂടിയിരിക്കുക എന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയും പെറ വേണ്ടും, എനിക്ക് ലഭിക്കണം. സീർ ഉരുവായ ശിവപെരുമാനെ. സീർ എന്ന് വെച്ചാൽ ശ്രീ മംഗളം, മംഗളസ്വരൂപിയായ അല്ലയോ ശിവപെരുമാനെ, ശ്രീ മഹാദേവസ്വാമിൻ. ചെങ്കമല മലർപോലും ആറുരുവായ എൻ ആരമുതേ. പുത്തനായി വിടർന്ന ചെന്താമര പോലെ മൃദുല മനോഹരമായ ചുവന്ന ശരീരത്തോടു കൂടിയ എൻ ആരമുതേ, എൻ്റെ അപൂർവമായ അമൃതമേ. ഓർ ഉരുവായ നിൻ തിരുവരുൾ കാട്ടി. ജ്ഞാനസ്വരൂപമായ നിൻ്റെ അനുഗ്രഹം, തിരുവരുൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, അനുഗ്രഹം ചൊരിഞ്ഞ് ഉൻ അടിയവർ തൊകൈ നടുവേ, നിൻ്റെ നിജഭക്തന്മാരുടെ കൂട്ടത്തിൽ, തൊകൈ എന്ന് വെച്ചാൽ സമൂഹം, എന്നെയും ഉയ്യ കൊണ്ടരുളേ, എന്നെയും കൂടി ഉയ്യക്കൊണ്ട് എന്ന് വെച്ചാൽ രക്ഷിക്കാനായി ചേർത്ത് കൂട്ടിക്കൊണ്ട് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിക്കില്ലേ. അതായത്, അല്ലയോ മംഗളസ്വരൂപിയും
ചെന്താമര പോലെ ചുവന്ന് ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയ എൻ്റെ അമൃതസ്വരൂപനും ആയ ഈശ്വര, എൻ്റെ അഭിലാഷങ്ങൾ ഞാൻ അങ്ങയെ അറിയിക്കുകയാണ്. ഇഹലോക സംബന്ധിയായ എൻ്റെ ഈ ജന്മത്തിന് ഒരു അറുതി വേണം. സദാ നിന്റെ ഭക്തിയിൽ ആറാടിയിരിക്കുന്ന അവസ്ഥ കൈവരണം. ജ്ഞാനസ്വരൂപമായ നിൻ തിരുവടിയുടെ അനുഗ്രഹം എനിക്ക് തന്നരുളുക. അവിടുത്തെ നിജഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി കൂട്ടി ശിവസായൂജ്യം നൽകുന്നതിന് എന്നോട് കരുണ കാണിച്ച് അനുഗ്രഹിക്കില്ലേ പ്രഭോ എന്നതാണ് ആദ്യ പദ്യത്തിൻ്റെ ആകെ കൂടിയുള്ള പൊരുൾ. എൻ ആരമുതേ, അത്യപൂർവമായ അമൃതമേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുകയാണ് ശ്രീ പരമേശ്വരനെ. മരണമില്ലാതാക്കുന്നതാണല്ലോ അമൃതം. ഇവിടെ ജനനമരണ രൂപത്തിലുള്ള സംസാരം ഇല്ലാതാക്കുന്നത് കൊണ്ട് മഹേശ്വരനെ അമൃതേ എന്ന് വിളിച്ചിരിക്കുകയാണ് ഭക്തകവിയായ ശ്രീ മാണിക്യവാസകർ. മായാസംബന്ധമായ ഈ ജനനത്തിന് നാശമുണ്ടാകണമെങ്കിൽ സത്സംഗവും ആവശ്യമാണ് എന്ന ധ്വനിയും ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉന്നടിയവർ തൊഹൈ നടുവേ, നിന്റെ നിജഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി കൂട്ടണമേ എന്നുള്ള അഭ്യർത്ഥനയിൽ. അടുത്ത പദ്യം. ഉരിയേൻ അല്ലേൻ ഉനക്കടിമൈ ഉന്നൈ പിരിന്തിങ്കൊരു പൊഴുതും തരിയേൻ നായേൻ ഇന്നതെன்று അറിയേൻ ശങ്കരാ കരുണയിനാർ പെരിയോൻ ഒരുവൻ കണ്ടുകൊൾ என்றுன் பெய்கழல் அடிகாட்டி பிரியேன் என்றருளிய அருளும் പൊയ്യോ എങ്കൾ പെരുമാനേ. എങ്കൾ പെരുമാനെ, ഞങ്ങളുടെ നായകനായ പ്രഭോ ശ്രീ ശങ്കര, ഉരിയേൻ അല്ലേൻ ഉനക്കടിമൈ, ഉനക്ക് അടിമൈ ഉരിയേൻ അല്ലേൻ. നിന്തിരുവടിക്ക് സർവാത്മന സമർപ്പിക്കപ്പെട്ടവനാവാനുള്ള യോഗ്യതകൾ ഒട്ടുമില്ലാത്തവനാണ് ഞാൻ. ഉനൈ പിരിന്ത് ഇങ്ക് ഒരു പൊഴുതും തരിയേൻ, എന്നാൽ കണ്ണിമയ്ക്കുന്ന നേരം പോലും അങ്ങയെ പിരിഞ്ഞിരിക്കുന്നതായ, അങ്ങയുടെ ഭക്തിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതായ ഒരു ദുരവസ്ഥയിൽ ഞാനിവിടെ ഇരിക്കില്ല. എന്നുവെച്ചാൽ ഭക്തിയില്ലാത്ത ഒരു ജീവിതം എനിക്ക് ഒരു ക്ഷണം പോലും ആവില്ല. പെരിയോൻ ഒരുവൻ കണ്ടുകൊൾ என்றுൻ പെയ്കഴൽ അടികാട്ടി. ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നതിന് മുൻപ് മാണിക്യവാസക സ്വാമികളുടെ ജീവചരിത്രത്തിലെ ഒരു ഘട്ടത്തെക്കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പറയാനുണ്ട്. തമിഴകത്തിലെ മധുരൈ നഗരം തലസ്ഥാനമാക്കി ക്രിസ്തുവബ്ദം 9-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന 2-ാം വരഗുണ പാണ്ഡ്യൻ്റെ, ഇദ്ദേഹം അരിമർദ്ദന പാണ്ഡ്യൻ എന്നും അറിയപ്പെട്ടിരുന്നു, ആ അരിമർദ്ദന പാണ്ഡ്യൻ്റെ മന്ത്രി ആയിരുന്നു മാണിക്യവാസകർ. അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം എന്താണെന്ന് കൃത്യമായി എവിടെയും പറഞ്ഞു കാണുന്നില്ല. മധുരയ്ക്ക് അടുത്തുള്ള തിരുവാദവൂർ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് വാദവൂരൻ, തിരുവാദവൂരർ, വാദവൂരടികൾ എന്നൊക്കെയാണ് കുറിച്ച് കാണുന്നത്. പാണ്ഡ്യരാജാവിൻ്റെ കുതിരകളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് തമിഴകത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കൊർക്കൈ എന്ന പേരുള്ള തുറമുഖത്തിൽ കപ്പലിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന കുതിരകൾ വാങ്ങിക്കാനും അതിനാവശ്യമുള്ള സ്വർണ്ണ നാണയങ്ങൾ ഖജാനാവിൽ നിന്നും എടുത്തുകൊണ്ട് പോകാനും രാജാവ് വാദവൂരടികളെ ഏൽപ്പിച്ചു. ആവശ്യമുള്ള പണവും കൊണ്ട് യാത്ര പുറപ്പെട്ട വാദവൂരടികൾ വഴിയിൽ തിരുപ്പെരുന്തുറൈ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ദിവ്യസ്വരൂപിയായ ഗുരുനാഥൻ ശിഷ്യരുമൊത്ത് ഒരു കുരുന്തമരത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നത് കണ്ടു. അത് മറ്റാരുമല്ല, വാദവൂരടികളെ ആട്കൊള്ളാൻ എത്തിയ സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെയായിരുന്നു. കാന്തത്തിൻ്റെ സമീപത്ത് എത്തിയ ഇരുമ്പ് പോലെ ആ മുനീന്ദ്രനിൽ വശീകൃതനായി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഗുരുനാഥൻ അദ്ദേഹത്തിന് ശിവദീക്ഷ നൽകി മാണിക്യവാസകൻ എന്ന് പേരും കൊടുത്തു. ദീക്ഷയിലൂടെ ശിവജ്ഞാനബോധം സിദ്ധിച്ച മാണിക്യവാസകർ തന്നെ ശ്രീ മഹാദേവൻ തിരുവടി ആട്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു.
ശിവഭക്തിയിൽ സമാവേശിതനായ മാണിക്യവാസകർ കുതിരകൾ വാങ്ങിക്കാൻ കൊണ്ടുവന്ന സ്വർണ്ണനാണയങ്ങൾ മുഴുവനും തിരുപ്പെരുന്തുറയിൽ ഒരു ശിവക്ഷേത്രം പണി കഴിക്കുന്നതിനായി ചിലവഴിച്ചതും പിന്നീട് അരിമർദ്ദന പാണ്ഡ്യൻ്റെ കോപത്തിൽ നിന്നും ശ്രീ പരമേശ്വരൻ മാണിക്യവാസകരെ രക്ഷിച്ചതുമൊക്കെ ശേഷമുള്ള കഥയാണ്. ഇനി വീണ്ടും ഈ രണ്ടാമത്തെ പദ്യത്തിൻ്റെ അർത്ഥവിശദീകരണത്തിലേക്ക് മടങ്ങാം. പെരിയോൻ ഒരുവൻ കണ്ടുകൊൾ എൻറുൻ പെയ്കഴൽ അടികാട്ടി. പെരിയോൻ ഒരുവൻ, ഒരു ഗുരുനാഥൻ. പെരിയോൻ എന്ന് വെച്ചാൽ മൂത്തയാൾ, ഇവിടെ ഗുരു. കരുണയിനാർ പെരിയോൻ ഒരുവൻ കണ്ടുകൊൾ என்று ഉൻ പെയ്കഴൽ അടികാട്ടി. എന്നോട് അതിയായ കാരുണ്യത്തോടെ കണ്ടുകൊൾ என்று ഉൻ പെയ്കഴൽ അടികാട്ടി, നോക്കിക്കൊള്ളുക എന്ന് ചിലമ്പണിഞ്ഞ അവിടുത്തെ തൃപ്പാദം എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പിരിയേൻ என்றருளிய അരുളും പൊയ്യോ. പിരിയേൻ என்று അன்று അരുളിയ അരുളും പൊയ്യോ. നിന്നിൽ നിന്നും ഒരിക്കലും ഞാൻ പിരിയില്ല എന്ന് എന്നെ ആട്കൊണ്ട് പണ്ടൊരു നാൾ അനുഗ്രഹിച്ച് അരുളിയത് വെറും പൊളിവചനം മാത്രമായിരുന്നോ ഭഗവാനെ? നായേൻ ഇന്നതെன்று അറിയേൻ. തെണ്ടിത്തിരിയുന്ന ഒരു നായിനെപ്പോലെ ഹീനനായ ഈ എനിക്ക് ഇതിൻ്റെ കാരണം എന്തെന്നറിയുന്നില്ല. അതായത് അങ്ങ് എന്നെ കൈവെടിഞ്ഞോ എന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ പെയ്കഴൽ അടി എന്ന ഒരു പ്രയോഗം കണ്ടു. പെയ്കഴൽ അടി എന്ന് വെച്ചാൽ കഴൽ അണിഞ്ഞ തിരുവടി. പുരുഷന്മാർ ധരിക്കുന്ന കാൽ മോതിരം അല്ലെങ്കിൽ കാൽ ചിലമ്പ് എന്നാണ് കഴൽ എന്ന തമിഴ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുമിച്ചുള്ള അർത്ഥം എങ്ങനെയാണ്? ഞങ്ങളുടെ അധിപനായ അല്ലയോ ശങ്കരസ്വാമിൻ, എൻ്റെ സർവസ്വവും പരിപൂർണമായി സമർപ്പിച്ച് സർവാത്മസമർപ്പണം ചെയ്ത് നിന്തിരുവടിയുടെ അടിമയായിരിക്കാൻ ഒട്ടും യോഗ്യനല്ല ഞാൻ എന്നത് സത്യമാണ്. പക്ഷെ ഒരു ക്ഷണനേരത്തേക്ക് പോലും ഈശ്വര അങ്ങയെ പിരിഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥ, അവിടുത്തെ ഭക്തിയില്ലാത്ത ഒരു ജീവിതം, അതെനിക്ക് തീർത്തും അസാധ്യമാണ്. അന്നൊരു ദിവസം തിരുപ്പെരുന്തുറയിൽ നിന്തിരുവടി എൻ്റെ ഗുരുനാഥനായി പ്രത്യക്ഷപ്പെട്ട് ചിലമ്പണിഞ്ഞ അവിടുത്തെ ആ ദിവ്യ ചരണാരവിന്ദം ചൂണ്ടിക്കാണിച്ച് ഇത് കണ്ടുകൊള്ളുക, ഞാൻ നിന്നെ കൈവെടിയില്ല എന്ന് ഒരു ശപഥം ചെയ്തതുപോലെ ചൊല്ലി അനുഗ്രഹിച്ചത് വെറും കള്ളമായിരുന്നോ? അതെനിക്ക് തോന്നിയ ഭ്രമമായിരുന്നോ? തെണ്ടിയലയുന്ന ഒരു നായിനേക്കാളും നികൃഷ്ടനായ എനിക്ക് ഇതിൻ്റെ തത്വം, ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല പ്രഭോ. അടുത്ത പദ്യം. എൻപേ ഉരുക നിന്നരുൾ അളിത്തുൻ ഇണൈമലർ അടികാട്ടി മുൻപേ என்னை ஆண்டு கொண்ட முனிவா முனிவர் முழு முதலே இன்பே அருளி எனை உருக்கி உயிருண்கின்ற எம்மானே நண்பே அருளாய் என் உயிர் நாதா നിന്നരുൾ നാണാമേ. എൻപേ ഉരുക, എൻ്റെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ എല്ലുകൾ പോലും ഉരുകുന്ന വിധത്തിൽ, അലിഞ്ഞു പോകുന്ന രീതിയിൽ നിൻ അരുൾ അളിത്ത്, തീവ്രഭക്തിയാകുന്ന അവിടുത്തെ അനുഗ്രഹം നൽകി, ഉൻ ഇണൈമലർ അടികാട്ടി, നിന്തിരുവടിയുടെ ചരണാരവിന്ദങ്ങൾ കാണിച്ചു തന്ന്, മുൻപേ എന്നെ ആണ്ടുകൊണ്ട മുനിവ, എനിക്ക് തക്കതായ പക്വത ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ എന്നെ ആട്കൊണ്ട് എന്നെ അവിടത്തേക്ക് ആകർഷിച്ച് വശത്താക്കിയ ഋഷീശ്വരനായ ശ്രീ മഹാദേവ, മുനിവർ മുഴു മുതലേ, തപസ്വികളുടെ മാർഗദർശിയായ നായക, ഇൻപേ അരുളി എനയൊരുക്കി, ഉത്തുംഗ ശ്രേയസ്കരമായ പരമാനന്ദം എനിക്ക് അവിടുന്ന് കനിഞ്ഞരുളി എൻ്റെ ഉള്ളു ദ്രവിപ്പിച്ച്, ഉയിർ ഉൺകിன்ற എമ്മാനെ, എൻ്റെ ജീവബോധത്തെ ഇല്ലാതാക്കുന്ന എൻ്റെ ദൈവമേ. ഇനി അവസാനത്തെ വരി. നൺപേയരുളായി എന്നുയിർ നാദാ
നിന്നരുൾ നാണാമേ എന്നത് എന്നുയിർ നാഥ നാണാമേ നിന്നരുൾ നൺപേ അരുളായി എന്ന് മാറ്റിയെടുക്കണം. നൺപ് എന്ന് വെച്ചാൽ നട്പ്, അതായത് സ്നേഹത്തോടുള്ള കരുതൽ. നിന്നരുൾ നൺപ്, അവിടുത്തെ അനുഗ്രഹമാകുന്ന സൗഹൃദം, സ്നേഹത്തോടുള്ള കരുതൽ. എന്നുയിർ നാഥ, എൻ്റെ ജീവനാഥ, നാണാമേ അരുളായി, ഒട്ടും മടിക്കാതെ തന്നരുളുക. ഇവിടെ 2 വിശേഷ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, എൻപുരുകൽ, എല്ല് ഉരുകുന്നത്. ശരീരത്തിലെ ഏറ്റവും കഠിനമായ ഒന്നാണ് അസ്ഥി. അത് ഒന്നിലും അലിയേമില്ല, എളുപ്പത്തിൽ കത്തിക്കരിയേമില്ല, അല്ലേ? ആ എല്ലിനെപ്പോലും ഉരുക്കുന്ന അൻപ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്തിയാകുന്ന ഈശ്വരപ്രേമത്തിൻ്റെ നിർണയാതീതമായ തീവ്രതയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അടുത്തത്, തമിഴ് ശിവഭക്ത കവികളുടെ രചനകളിൽ അടിക്കടി കാണുന്ന ഒരു പ്രയോഗമാണ് തർപ്പോദം ഇഴക്കൽ. ശിവാനന്ദ നിഷ്ഠയിൽ ലയിച്ച് ജീവബോധം നഷ്ടപ്പെടുക. തർപ്പോദം എന്ന് വെച്ചാൽ ഈഗോ, ഞാൻ എന്ന പശുബോധം. അതുതന്നെയാണ് ഇവിടെ ജീവബോധം കൊണ്ട് ഉദ്ദേശിച്ചത്. ഉയിരുൺകിன்ற എമ്മാനെ എന്ന് ഈ പദ്യത്തിൽ മാണിക്യവാസക സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഈ തർപ്പോദം ഇഴക്കൽ ആണ്. അപ്പോൾ ഈ പദ്യത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ആശയം ഇതാണ്: എൻ്റെ ആത്മനാഥ, കഠിനമായ എൻ്റെ എല്ലുകൾ പോലും ഉരുകുന്ന വിധത്തിൽ നിശിതമായ അത്യധികമായ ഭക്തിയാകുന്ന വികാരാവേശം കനിഞ്ഞു നൽകി എൻ്റെ ഗുരുനാഥൻ്റെ സ്വരൂപത്തിൽ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളും എനിക്ക് കാണിച്ചു തന്നു. ഈയുള്ളവന് യഥോചിതമായ പക്വത ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് എന്നെ ഭക്തിപാശത്താൽ കെട്ടി അങ്ങയുടെ വശത്താക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ സദ്ഗുരുനാഥനായ ഭഗവാനെ, സകല തപസ്വികൾക്കും കൈവല്യമാകുന്ന മാർഗം കാട്ടിക്കൊടുക്കുന്ന അധീശ, മഹത്തായ ശിവാനന്ദ ലഹരിയിൽ ഞാൻ അലിഞ്ഞ് ചേർന്ന് എൻ്റെ ജീവബോധവും ലയിക്കാൻ അവിടുന്ന് കരുണ കാണിച്ചു. ഞാൻ അപേക്ഷിക്കുന്നത് ഒന്നുമാത്രം ആണ്: എനിക്കിനി ഏതവസ്ഥ സംഭവിച്ചാലും എന്നോട് നിന്തിരുവടിക്കുള്ള അനുകമ്പയോടുകൂടിയ വാത്സല്യം വിട്ടു നീങ്ങാതെ നിരന്തരമായി എന്നിലുണ്ടായിരിക്കാൻ വേണ്ട അനുഗ്രഹം ഒട്ടും മടിക്കാതെ തന്നരുളിയാലും. അടുത്ത 4-ാമത്തെ പദ്യം: പത്തിലനേനും പണിന്തിലനേനും ഉൻ ഉയർந்த പൈങ്കഴൽ കാണ പിത്തിലനേനും പിതற்றிലനേനും പിറപ്പറുപ്പായി എം പെരുമാനെ മുത്തനയാനെ മണിയനയാനെ முதல்வனே முறையோ என்றெத்தனை யானும் யான் தொடர்ந்துன்னை இனி பிரிந்தாற்றேனே. പത്തിലനേനും പണിന്തിലനേനും, 10 ഇലൻ ഏനും. 10 എന്ന് വെച്ചാൽ പറ്റ്, അതായത് പ്രിയത, മമത. ഭവാനോട് എനിക്ക് ആർദ്രമായ ഇഷ്ടം ഇല്ലെങ്കിലും പണിന്ത് ഇലൻ ഏനും, അങ്ങയെ ഞാൻ ആരാധിക്കുന്നില്ലെങ്കിലും ഉയർന്ന പൈങ്കഴൽ കാണ പിത്ത് ഇലൻ ഏനും. ഉയർന്ന പൈങ്കഴൽ, നിന്തിരുവടിയുടെ ഉന്നതവും വിശുദ്ധവുമായ ചരണകമലങ്ങൾ നിരന്തരം ദർശിച്ചിരിക്കുന്നതിന് വേണ്ട പിത്ത് ഇലൻ ഏനും. വെറി, ആ ആവേശം ഇല്ലാത്തവനാണെങ്കിലും പിതற்றிലൻ ഏനും, ഭക്തിയാൽ ഉന്മത്തനായി പിറുപിറുക്കലായി നിർഗമിക്കുന്ന സ്തുതിവാക്കുകൾ പറയുന്നവനല്ലെങ്കിലും പിറപ്പറുപ്പായി എം പെരുമാനെ, ഇത്തരം ദുരവസ്ഥയിലായ എൻ്റെ ജന്മത്തിന് ഒരു അറുതി വരുത്തുകില്ലേ എൻ്റെ പ്രഭോ. മുത്തനയാനെ മണിയനയാനെ മുതൽവനെ. ആഹാ, ശിവഭക്ത ശിരോമണികളായ ശൈവ കവികളുടെ, അതിലും പ്രത്യേകിച്ച് മാണിക്യവാസക പെരുമാളുടെ ഉള്ളലിയിക്കുന്ന പദ്യങ്ങളിലൊക്കെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന ചില മനോഹരമായ വാക്കുകൾ കാണാൻ കഴിയും.
തമിഴ് ഭാഷയുടെ ചാരുത്വ ചമത്കാരം കൂടി കാരണമാണ് ഈ പ്രയോഗങ്ങളുടെ അഴകിന് എന്നതും ഓർക്കേണ്ടതാണ്. മുത്തനയാനെ മണിയനയാനെ മുതൽവനെ, എൻ്റെ മുത്തേ മാണിക്യമേ എൻ്റെ നായക, മുറയോ ഇത് ന്യായമാണോ என்று എത്തനെയാനും യാൻ തുടർന്ന് എന്നിങ്ങനെ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൂകി വിളിച്ചും നിലവിളിച്ചും എല്ലാവിധത്തിലും ഭഗവാന്റെ പിറകെ പറ്റിക്കൂടിയിരിക്കുന്നു ഈ ഞാൻ. ഉന്നൈ ഇനി പിരിന്ത് ആற்றേനെ, ഇനിയും ഭവാനിൽ നിന്നുമുള്ള ഈ വേർപാട് എനിക്ക് സഹിക്കാനാവില്ല, ഒട്ടും താങ്ങാൻ കഴിയില്ല. സമഷ്ടിയായിട്ടുള്ള അർത്ഥം നോക്കാം. അല്ലയോ ഈശ്വര, എനിക്ക് നിന്തിരുവടിയോട് ആർദ്രമായ ഭക്തിഭാവം, ഗാഠമായ പ്രിയം ഇതൊന്നുമില്ലെന്നാകിലും അങ്ങയെ ഞാൻ ശരിയാം വണ്ണം ആരാധിക്കുന്നില്ലെങ്കിലും അവിടുത്തെ തൃപ്പാദാംബുജങ്ങൾ അനവരതം ദർശിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഉത്കടമായ ഔത്സുക്യമില്ലാത്തവനാണെങ്കിലും ഭക്തിയുടെ പാരമ്യമായ സ്ഥിതിയിൽ സ്തോത്രങ്ങളുടെ വാക്കുകൾ മറന്ന് ഗൽഗതത്തോടെ ജൽപ്പനം ചെയ്യുന്ന ഭക്തിയുടെ ഉന്മത്താവസ്ഥയിലെത്താത്തവനാണെങ്കിലും എന്നോട് കരുണ കാണിക്കൂ ഭഗവാനെ. ഇത്തരം ദുരവസ്ഥയിലായിപ്പോയ എൻ്റെ ഈ ജന്മത്തിന് ഒരു അറുതി വരുത്തുമോ സ്വാമി? വിലമതിപ്പില്ലാതെ അപൂർവമായ എൻ്റെ മുത്തേ മാണിക്യമേ, എൻ്റെ മാത്രമായ അധീശ, ഇതെന്ത് ന്യായമാണ് എന്നിങ്ങനെ പലവിധത്തിലും ദീനരോദനത്തോടെ തൊണ്ടയിടറി കൂകി വിളിച്ചുകൊണ്ട് ഈയുള്ളവൻ ഭവാനെ തേടിയലഞ്ഞു നടക്കുന്നു. ഇനിയും നിന്തിരുവടിയെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല പ്രഭു. മുത്തനയാനെ മണിയനയാനെ, ഭസ്മം പൂശിയതുകൊണ്ട് വെളുത്തിരിക്കുന്ന ശരീരത്തെ മുത്ത് എന്നും സ്വതവേയുള്ള ചുവന്ന ശരീരത്തെ മാണിക്യം എന്നും സൂക്ഷ്മാർത്ഥത്തിൽ ഈ രണ്ട് വാക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് എന്നും പറയാം. അടുത്ത 5-ാമത്തെ പദ്യം. കാണുമതൊഴിന്തേൻ നിൻ തിരുപ്പാദം കണ്ട് കൺകളി കൂര പേണുമതൊഴിന്തേൻ പിതற்றுമതൊഴിന്തേൻ പിന്നൈ എം പെരുമാനെ, താണുവേ അഴിന്തേൻ നിൻ നിனைந்துருகும் തന്മൈ എൻ പുന്മൈകളാർ കാണുമതൊഴിന്തേൻ നീ ഇനി വരിനും കാണവും നാണുവനെ. താണുവേ എം പെരുമാനെ, സ്ഥാണുവായ എൻ്റെ തമ്പുരാനെ, കാണുമത് ഒഴിന്തേൻ നിൻ തിരുപ്പാദം, അവിടുത്തെ തൃപ്പാദങ്ങൾ കാണുന്നത് ഞാൻ ഉപേക്ഷിച്ചു. എന്നുവെച്ചാൽ പണ്ട് ഞാൻ കണ്ട ആ കാഴ്ച ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തിരശീലയിൽ നിന്നും പാടെ അകന്നുപോയിരിക്കുന്നു. കണ്ട് കൺകളി കൂര പേണുമതും ഒഴിന്തേൻ, കൺകുളിർക്കെ കണ്ട് ആനന്ദിച്ച് ആ ഗുരുപാദ ദർശനത്തെക്കുറിച്ച് പ്രശംസിക്കുന്നതും ഞാൻ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പിതற்றுമതും ഒഴിന്തേൻ, ഗദ്ഗദസ്വരത്തിൽ വാക്കുകളെക്കൊണ്ട് സ്തുതിക്കുന്നതും ഞാൻ ഉപേക്ഷിച്ചു. പിന്നൈ, എന്നിട്ട് ഞാൻ എന്തു ചെയ്തു? അഴിന്തേൻ, ഞാൻ നശിച്ചു, ഞാൻ അധോഗതി പ്രാപിച്ചു. നിൻ നിனைந்துருகும் തന്മൈ എൻ പുന്മൈകളാൽ കാണുമത് ഒഴിന്തേൻ, ഭവാനെ സദാ ചിന്തിച്ച് ഉരുകുന്നവരായ നിന്തിരുവടിയുടെ നിജദാസന്മാരുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുന്നതും എൻ്റെ നീചത്വം കാരണം ഞാൻ ഉപേക്ഷിച്ചു. നീ ഇനി വരിനും കാണവും നാണുവനെ, അങ്ങിനി എൻ്റെ മുന്നിൽ ശ്രീഗുരുനാഥൻ്റെ ആ പഴയ സ്വരൂപവും ധരിച്ച് പ്രത്യക്ഷപ്പെടുമെങ്കിൽ ഒരുപക്ഷെ അങ്ങയെ ഒന്ന് നോക്കാൻ പോലും പാപിയായ ഞാൻ ലജ്ജിക്കും. പൂർണ്ണമായ അർത്ഥം നോക്കാം. അല്ലയോ സ്ഥാണുവായ സുസ്ഥിരലിംഗസ്വരൂപിയായ ഭഗവാനെ, എൻ്റെ അന്തരംഗ നേത്രങ്ങളെക്കൊണ്ട് അവിടുത്തെ തൃപ്പാദങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. പണ്ട് ഞാൻ ദർശിച്ച് ആനന്ദ നിർവൃതി പൂണ്ട് ചേതോഹരങ്ങളായ ആ ശിവഗുരുപാദങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നതൊക്കെ ഞാനിപ്പോൾ വിട്ടുകളഞ്ഞിരിക്കുന്നു. നിന്തിരുവടിയെ വാക്കുകളെക്കൊണ്ട് സ്തുതിക്കുന്നതും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ
അധോഗതി പ്രാപിച്ച് തകർന്നിരിക്കുന്നു. എൻ്റെ ഇത്തരം നെറികെട്ട് നികൃഷ്ടമായ മനോഭാവം കാരണം നിന്തിരുവടിയുടെ ധ്യാനത്തിൽ സർവസമയവും നിമഗ്നരായിരിക്കുന്ന മഹാത്മാക്കളായ അവിടുത്തെ നിജഭക്തന്മാരുടെ പ്രവർത്തികളെ നിരീക്ഷിക്കുന്നതും ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. സത്സംഗമൊക്കെ നിരാകരിച്ചിരിക്കുന്നു ഞാൻ. ഒരുപക്ഷെ നിന്തിരുവടി എൻ്റെ മുന്നിൽ ആ ശ്രീഗുരുസ്വരൂപവും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടുവെന്നാൽ അങ്ങയെ ഒരു നോട്ടം നോക്കാൻ പോലും ത്രാണിയില്ലാതെ ഞാൻ ലജ്ജിച്ച് മാറിപ്പോയേക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു ദാരുണാവസ്ഥയാണ് എൻ്റേത് ഈശ്വര. അവസാനത്തെ പദ്യമാണ് ഇനി. മുൻ പദ്യത്തിൽ പറഞ്ഞ ദാരുണാവസ്ഥ സംഭവിക്കാതിരിക്കാൻ തൻ്റെ അന്തരംഗത്തിന് ആശ്വാസം പകരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ 6-ാമത്തെ പദ്യത്തിൽ. പാற்றிரு நீற்றம் பரமனை பரம் கருணையொடும் எதிர்ந்து தோற்றி மெய்யடியார் கருட்டுரை அளிக்கும் ஜோதியை நீதியிலேன் போற்றி என் அமுதே என நினைந்தேத்திப் புகழ்ந்தழைத் தளறி என்னுள்ளே ஆற்றுவனாக உடையவனே எனை ஆவ என்றருளாயே. പാற்றிരു നീറ്റം പരമനൈ എന്നത് പാൽ തിരുനീറ്റ് എം പരമനൈ എന്ന് പിരിക്കണം. അതായത് പാൽ പോലെ വെളുത്ത തിരുനീർ എന്ന് വെച്ചാൽ ഭസ്മം ധരിച്ച ശ്രീ പരമേശ്വരനായ നിന്തിരുവടിയെ പരം കരുണയോടും എതിർന്ന് തോன்றി പരമമായ കാരുണ്യത്തോടെ നേരിട്ട് പ്രത്യക്ഷമായി മെയ്യടിയാർക്ക് അരുൾ തുറൈ അളിക്കും ചോദിയൈ, തൻ്റെ നിജഭക്തന്മാർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന ജ്യോതിസ്വരൂപനായ നിന്തിരുവടിയെ അരുൾ തുറൈ, തുറൈ എന്ന് വെച്ചാൽ ശരിക്കും തീരം എന്നാണ് അർത്ഥം. സംസാരമാകുന്ന സമുദ്രത്തിൽ ഉഴലുന്ന തൻ്റെ യഥാർത്ഥ ഭക്തരെ അനുഗ്രഹമാകുന്ന തീരത്തിലെത്തിച്ച് രക്ഷിക്കുന്നു എന്നും അർത്ഥമെടുക്കാം. ഇപ്രകാരമുള്ള ഭവാനെ നീതിയിലേൻ പോற்றி, സന്മാർഗം എന്തെന്നറിയാത്ത ദുന്മാർഗിയായ ഞാൻ ആരാധിച്ച് എൻ അമുതേ എന നിനൈന്ത് ഏത്തി പുകഴ്ന്ന് അഴൈത്ത് അലറി, എൻ്റെ ആത്മനാശമകറ്റുന്ന ദിവ്യാമൃതമേ എന്ന് ധ്യാനിച്ച് വണങ്ങി സ്തുതിച്ച് വിളിച്ച് കൂകി നിലവിളിച്ച് നിനൈന്ത് ഏത്തി പുകഴ്ന്ന് അഴൈത്ത് അലറി എന്നുള്ളേ ആற்றுവനാക, എൻ്റെ അന്തരംഗം ആശ്വസിക്കുന്നതിനായി ഉടയവനെ എനൈ ആവ എന്ന് അരുളായേ. എൻ്റെ ഉടയവനായ ഉടമസ്ഥനായ നിന്തിരുവടി അയ്യോ എന്ന് പശ്ചത്തപിച്ച് കരുണയോടെ എന്നെ അനുഗ്രഹിക്കണമേ ഈശ്വര. ആവ് എന്നത് ഒരു വിശേഷ പ്രയോഗമാണ്. അയ്യോ പാവം രക്ഷപ്പെട്ടു പോകട്ടെ എന്ന അർത്ഥമാണ് ആവ് എന്ന വാക്കിന്. ഇതിൻ്റെ മുമ്പിലത്തെ പദ്യത്തിൽ പ്രസ്താവിച്ച് തനിക്ക് സംഭവിച്ച അധപ്പതനത്തിനുള്ള ഏക പ്രതിവിധി ഭഗവാന്റെ കരുണാകടാക്ഷം മാത്രമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് 6-ാമത്തെയും അവസാനത്തെയുമായ ഈ പദ്യത്തിൽ. അപ്പോൾ ഈ പദ്യത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം നോക്കാം. പാലിനൊത്ത തൂവെൺ നിറത്തിലുള്ള ഭസ്മം ശരീരത്തിൽ പൂശിയ പരമനും അതിയായ കൃപയോടെ തൻ്റെ യഥാർത്ഥ ഭക്തന്മാരെ അനുഗ്രഹിച്ച് രക്ഷിക്കുന്ന ജ്യോതിസ്വരൂപനും ആയ നിന്തിരുവടി ഒരു ദുന്മാർഗിയാണെങ്കിലും കൂടി അയ്യോ പോട്ടെ എന്ന് പരിഗണിച്ച് ഈ എന്നെയും അനുഗ്രഹിക്കേണ്ടതാണ്. എന്തിനുള്ള അനുഗ്രഹമാണ് ഞാൻ അപേക്ഷിക്കുന്നത്? എന്നെ ആത്മനാശത്തിൽ നിന്നും രക്ഷിക്കുന്ന ദിവ്യാമൃതമേ എന്ന് ധ്യാനിച്ച് വണങ്ങി സ്തുതിച്ച് വിളിച്ച് കൂകി നിലവിളിച്ച് എൻ്റെ അന്തരംഗം ആശ്വസിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള അനുഗ്രഹം. അതുമാത്രമേ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നുള്ളൂ. എൻ്റെ ഉടയവനായ അവിടുന്ന് അയ്യോ ഇവനൊരു പാവമാണ് എന്ന് പശ്ചത്തപിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കില്ലേ? ഇവിടെ മറ്റൊരു വസ്തുത കൂടി ശ്രദ്ധിക്കണം. പരം കരുണയോടും എതിർന്ന് തോன்றി, ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തന്മാർ ആവശ്യപ്പെടാതെ തന്നെ
അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അനുഗ്രഹവർഷം ചൊരിഞ്ഞ് അവരെ കരകയറ്റുന്നു എന്നതാണ് ശിവവിഭൂതിയായി ഇവിടെ മനസ്സിലാക്കേണ്ടത്. തിരുവാസകത്ത് കുരുഹാദാർ ഒരുവാസകത്തുക്കും ഉരുഹാർ എന്ന് ഒരു ചൊല്ലുണ്ട് തമിഴിൽ. മാണിക്യവാസക പെരുമാളുടെ തിരുവാസകത്തിലെ ഭക്തിസാന്ദ്രമായ വരികളിൽ അകമലിയാത്തവർക്ക് മറ്റൊന്നുകൊണ്ടും അകമലിയില്ല എന്ന അർത്ഥം. 51 ഭാഗങ്ങളിലായി 600-ൽ പരം പദ്യങ്ങളുള്ള തിരുവാസകത്തിൻ്റെ മഹത്തായ സാഹിത്യ സുധയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് എണ്ണപ്പതികത്തിൻ്റെ ഈ എളിയ വിവരണത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഉദ്യമിച്ചത്. നന്ദി, നമസ്കാരം.